ഒറ്റയ്ക്കല്ല, ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക. ജയരാജനും കൂടെ വിളിക്കുന്നു. ആസിഫ് അലിയുടെ ഇത് എൻ്റെ കയ്യിലിരിക്കുക. ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. MT വാസുദേവൻ നായർ അദ്ദേഹം ഒരു 9 ഷോർട്ട് ഫിലിം കഥ എഴുതുകയായിരുന്നു. അപ്പം അതിൻ്റെ അവതരണ വേദിയിൽ വെച്ചായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കാര്യം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. ആസിഫ് അലിയുടെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്. സംവിധായകൻ രമേശ് നാരായണൻ അദ്ദേഹത്തിനൊരു മൊമെൻ്റ് വിളിക്കാൻ വേണ്ടി നമ്മൾ ആസിഫൊക്കെ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ തന്നെ ആസിഫൊക്കെ ഷോക്കായിരുന്നു സത്യത്തിലാണ്. അദ്ദേഹം എണ്ണിച്ചു ഓടിച്ചു. എന്നിട്ട് അത് കൊടുക്കാറായപ്പോഴത്തേക്ക് മറ്റേ പുള്ളി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുക, ജയരാജിന്. അങ്ങനെ ജയരാജ് വന്നിട്ട് എന്തു ചെയ്യുന്നു, മേടിച്ച് കൊടുക്കുന്നു. അതായത് ഈ രമേശിൻ്റെ തന്നെ മേടിച്ചിട്ട് ജയരാജ് തിരിച്ചു കൊടുക്കുന്നു. ആസിഫ് സത്യം പറഞ്ഞാൽ എന്തോ അങ്ങ് അയ്യടാന്നുള്ള ഒരു അവസ്ഥയായിരുന്നു സത്യത്തിൽ. പുള്ളി ഒന്നും വേണ്ടാതെ ചിരിച്ചു, ഒരു ചെറിയ പുഞ്ചിരി, സൈലൻ്റായിട്ട് പുള്ളി അവിടെ പോയെങ്കിരുന്നു. അത് കാണുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ സത്യത്തിൽ. ഞാനത് കണ്ടു. ഒരുപാട് വട്ടം ഞാൻ ആ വീഡിയോസ് ഇരുന്ന് മാറിയും കയറിയൊക്കെ ഇരുന്ന് കണ്ട്. അയാൾക്കൊരു കൂസലും ഇല്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത്. അത് നമുക്ക് ആസിഫിക്കയുടെ വീഡിയോ ഒന്ന് വെക്കാം. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം. കുറച്ചും കൂടെ ഒരു ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയായിരുന്നു, ഇന്നയാൾ വരുന്നുണ്ട്, ഇന്നയാളുടെ കൊടുക്ക്. അപ്പം രണ്ടുപേരും കൂടെ ഒരുമിച്ചാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പറയേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു. ഇത് ചുമ്മാ വലിയ ഷോ ഓഫ്, ഞാനാണെല്ലാം തികഞ്ഞെന്നുള്ള ഇതില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന ഇതുകൊണ്ടാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ പഞ്ചപാവമായിട്ട് തോന്നിപ്പോവും. സത്യം പറയല, വെറും പഞ്ചപാവമായിട്ട്. ഞാൻ അതും വെച്ച് തരാം. മൊമെൻ്റ് വാങ്ങിച്ചിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അയ്യോ സാരമില്ല സാർ. അപ്പോൾ തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് കോമ്പയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല. കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ ഞാൻ താഴെ നിൽക്കുന്നത്, ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല, താഴെ ഇരിക്കുന്നത്, സ്റ്റേജിൽ തൊട്ട് താഴെ. ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കില്ല. അപ്പോൾ അശ്വതി കോമ്പയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത്, സന്തോഷ് നാരായണനെ വിളിക്കുന്നത്. എൻ്റെ പേര് കോമ്പയർ വിളിക്കുന്നത് സന്തോഷ് നാരായണൻ. അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു. ആസിഫ് അലി അലിയുടെ ഞാൻ വാങ്ങിച്ചു. ആസിഫ് അലിയുടെ നിന്ന് ഈ മൊമെൻറ്റോ വാങ്ങിച്ചു. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ. അപ്പോൾ ഒറ്റയ്ക്കല്ല, ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക. ജയരാജനും കൂടെ വിളിക്കുന്നു. ആസിഫ് അലിയുടെ ഇത് എൻ്റെ കയ്യിലിരിക്കുക. ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമെൻറ്റോ എൻ്റെ കയ്യിലിരിക്കുക. എന്നിട്ടാണ് ജയരാജനും കൂടെ വിളിക്കുന്നത്. ജയരാജി അപ്പോഴാണ് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ വിളിക്കുന്നത്. അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ, ആ വേദിയിൽ ഇരിക്കല്ലേ ഞാൻ. അപ്പോൾ വിളിക്കുന്നു. ജയരാജി വരുന്നു. ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല അവിടെ. ആസിഫ് അലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി. ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു. ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈ തട്ടുകയും ചെയ്തു. ആസിഫ് അലിയുടെ നിന്ന് മേടിച്ച മൂമെന്റ് എൻ്റെ കയ്യിലിരിക്കുക. അച്ചോടാ, പുണ്യാളനാവാൻ ശ്രമിക്കുന്നത്. നാണമില്ലേ ഇങ്ങനെ ഇരുന്ന് മേടുകാന് അല്ലേ? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണണം. നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, കാണുന്നവർക്ക് മനസ്സിലാകാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണണം. ഞാനെല്ലാം തികഞ്ഞു എന്നുള്ളൊരു ഭാവം കാരണമൊക്കെ കുറച്ച് ഇതൊക്കെ വേണമായിരുന്നു. ഇനിയിപ്പോൾ എന്താ, എയർ സത്യം പറയാൻ ഞാൻ ഈ മനുഷ്യനെ ഇപ്പോഴാണ് കാണുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ കാണുന്നത്. ഈ ആസിഫ് അലി കാരണം ഇപ്പം ഇയാളെ കുറച്ച് ആൾക്കാർ തിരിച്ചറിഞ്ഞെന്നേ ഉള്ളൂ. സത്യം പറയാമല്ലോ, എനിക്ക് ഇങ്ങനെ ഒരാളിനെ തന്നെ ഞാൻ ഇപ്പോഴറിയുന്നത്. ഇപ്പോൾ പല ആൾക്കാരും
എന്താ പറയുന്നത് കമൻസ് ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് ഇയാളെ അറിയത്തില്ല, ആസിഫ് അലി ആളെ. അതുപോലെ തന്നെ എൻ്റെ കാര്യം, ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുക. എന്നാൽ കൊള്ളാം, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പഴയ കാലമൊന്നും അല്ലല്ലോ, പഴയ കാലമല്ല, ഒരുപാട് മാറി. ഇപ്പം മുക്കിനും മൂലയ്ക്കും എല്ലാം ക്യാമറയാണ്. അതൊക്കെ ചിന്തിച്ചാൽ നല്ലത്. ഓക്കെ ഗൈസ്, ബൈ. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അയാൾ കാണിച്ചത് തെറ്റ്, എന്തായാലും അയാൾക്കത് മനസ്സിലായാൽ അത്രയും നല്ലത്. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ ആരും അങ്ങോട്ട് സബ് ഒന്നും ചെയ്യുന്നില്ല. പുതിയതായിട്ട് വരുന്നവരെല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ബൈ.